നമസ്കാരം. ഇറാൻ തങ്ങളുടെ സൈനിക തയ്യാറെടുപ്പുകൾ തുടർച്ചയായി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും തങ്ങളുടെ ന്യൂക്ലിയർ സൈറ്റുകൾക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നോ ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതിനെ ഏത് രീതിയിലും തടയാനുള്ള തയ്യാറെടുപ്പുകളാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിസങ്കീർണങ്ങളായ സാങ്കേതിക വിദ്യകളെ വികസിപ്പിച്ച നിരവധി അത്യാധുനികമായ ആയുധങ്ങളാണ് അടുത്തിടെയായി ഇറാൻ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം സൂയിസൈഡൽ ഡ്രോണുകളുടെ മേഖലയിൽ ഇറാൻ ഉണ്ടാക്കിയ പുരോഗതിയാണ്. ഒരു സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇത് വലിയ തലവേദന സൃഷ്ടിക്കുമെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള 1000 സൂയിസൈഡൽ ഡ്രോണുകൾ ഇറാൻ തങ്ങളുടെ സേനയിൽ ഉൾപ്പെടുത്തിയത്. പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നതിനും വ്യോമതന്ത്രങ്ങളിൽ മേൽക്കൈ നേടുന്നതിനും വേണ്ടിയുള്ള ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് അന്ന് വഴിയൊരുക്കിയത്. ഇറാൻ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായ ഈ ഡ്രോണുകൾ ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും യുദ്ധസമയത്ത് ശത്രുവിന് ശക്തമായ തിരിച്ചടി നൽകാനും സൈനിക ഓപ്പറേഷനുകൾ വിജയകരമായി നടത്താനും ഉപയോഗിക്കാം. ഇറാൻ നേരത്തെ തന്നെ ഡ്രോൺ സാങ്കേതികവിദ്യയിൽ വളരെയധികം മുന്നേറ്റം നടത്തിവരികയായിരുന്നു. ആധുനിക സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയ നിരവധി ഡ്രോണുകൾ ഇറാൻ ഇതിനകം തന്നെ വികസിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ മുമ്പ് നിർമ്മിച്ചിട്ടുള്ള കാമിക്കാസി ഡ്രോണുകളും നിരീക്ഷണ ഡ്രോണുകളും മിസൈൽ ഘടിപ്പിച്ച ഡ്രോണുകളുമൊക്കെ വളരെയധികം പ്രസിദ്ധമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വളരെയധികം മുന്നേറ്റമുണ്ടാക്കാൻ സഹായിച്ചത് ഇറാൻ നൽകിയ ഡ്രോണുകളായിരുന്നു. ഷഹീദ് സീരീസിൽപ്പെട്ട ഡ്രോണുകളായിരുന്നു ഇറാൻ അന്ന് റഷ്യയ്ക്ക് നൽകിയിരുന്നത്. ഇറാൻ തുടർന്നു വന്നിരുന്ന പ്രതിരോധ നയങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരികയാണെന്നുള്ള സൂചനയാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്ന പല നീക്കങ്ങളിൽ നിന്നും പ്രകടമാകുന്നത്. ഇതിനിടെ ഇറാന്റെ ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ എന്നിവയ്ക്കാവശ്യമായ ഘടകങ്ങൾ നൽകിയിരുന്ന ഹോങ്കോങ്, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നിവ ആസ്ഥാനമായ 6 സ്ഥാപനങ്ങൾക്കെതിരെ അമേരിക്ക ഉപരോധം കൊണ്ടുവന്നു. ഇറാനിയൻ ഭരണകൂടത്തിനു മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്ന അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോഴുണ്ടായ നടപടി. ഇറാന്റെ വളർന്നു വരുന്ന മിസൈൽ UAV പ്രോഗ്രാമുകളെ തടസ്സപ്പെടുത്തുന്നതിന് തങ്ങളുടെ ഭാഗത്തു നിന്ന് കടുത്ത നടപടികളുണ്ടാകുമെന്ന് അമേരിക്ക പറയുന്നു. കൂട്ടനശീകരണ ആയുധങ്ങൾ ഉണ്ടാക്കുന്നവരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ലക്ഷ്യമിടുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് 13-382 പ്രകാരമാണ് അമേരിക്കൻ ട്രഷറി വകുപ്പിന്റെ നടപടി. എന്നാൽ ഇത്തരത്തിലുള്ള അമേരിക്കയുടെ നടപടികളൊന്നും തങ്ങളെ ബാധിക്കില്ലെന്ന രീതിയിലാണ് ഇറാന്റെ പ്രതികരണം. തങ്ങളുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയാണെന്നും ഇപ്പോൾ നിലനിൽക്കുന്ന വെല്ലുവിളികളെ നേരിടാനും രാജ്യസുരക്ഷ ഉറപ്പാക്കാനും തങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഇറാൻ പറയുന്നു.